മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ പൈപ്പിൽ ഇതൊരു പൈപ്പാണ്. ഈ പൈപ്പിൽ ഈ മുളക് വള്ളി പടർത്തുന്ന വിധമാണ്. ഇത് വല്ലാതെ കിടന്നാണ്, ഇതിപ്പോൾ പടർത്തേണ്ട സമയമായി. അപ്പോൾ ഇത് പൈപ്പിൽ പടർത്തുന്ന വിധമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പം ഇത് കുഴിച്ചിടണം. നമുക്ക് കുഴിച്ചിടുന്നതിന് വേണ്ടി നമ്മളിവിടെ കുഴി എടുത്തിട്ടുണ്ട്. ഇത്രയും വിസ്തൃതിയിൽ ഒരു കുഴി, ഇത്രയും വിസ്താരം വേണം. ഇത്രയും വിസ്താരത്തിൽ നമ്മളൊരു കുഴി എടുത്തിട്ടുണ്ട്. ആ കുഴിക്കകത്ത് ആണ് നമ്മൾ ഈ പൈപ്പ് ഇറക്കി വെക്കേണ്ടത്. സാമാന്യം നല്ല കട്ടിയുള്ള പൈപ്പായിരിക്കണം നമ്മൾ മേടിക്കേണ്ടത്. അങ്ങനെ ആ പൈപ്പ് നമ്മൾ ഈ കുഴിക്കകത്ത് ഇറക്കി വെക്കുക. നമ്മുടെ ഇത്രയും വരെയൊക്കെ ഉയരമാവാം. ഇതിപ്പോൾ ഞാൻ ഇത്രയും ഉയരം വെക്കുന്നുള്ളൂ. ഇത്രയും ഹൈറ്റ് വരെ ഉയരമാവും. കാരണം ഒരുപാട് ഹൈറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മുളക് പറിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് കുറഞ്ഞ ഹൈറ്റിൽ നിൽക്കണം. ഒരാളുടെ ഹൈറ്റ് വരെ പരമാവധി ആകാവും. അപ്പോൾ ഈ പൈപ്പ് എങ്ങനെയാണ് ഉറപ്പിക്കുന്നത് നമുക്ക് നോക്കാം. പൈപ്പ് ഉറപ്പിക്കുന്നത്, നമ്മൾ എടുത്തിട്ട മണ്ണ് കുറച്ച് ഇതിനകത്തിടുക. അതിനുശേഷം നമ്മളിവിടെ കല്ല് വെച്ചിട്ടുണ്ട്. കല്ല് നേരത്തെ തന്നെ നമ്മളിവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ കല്ല് നമ്മളൊന്ന് ഇടിച്ചുറപ്പിക്കണം. ചെറുതായിട്ടൊന്ന് ഇടിച്ചുറപ്പിച്ചാൽ മതി. പിന്നീട് ആ മണ്ണുകൾ മൊത്തം എടുത്തിട്ട് ആ മണ്ണ് മൊത്തം അതിൻ്റെ ചുവട്ടോട്ട് നമ്മളങ്ങ് കൂട്ടിയിടുവാണ്. ഭംഗിയായിട്ട് ചവിട്ടി ഉറപ്പിക്കുക. നല്ല ഭംഗിയായിട്ട് ചവിട്ടി ഉറപ്പിക്കണം. ഉറപ്പിച്ച് കുറച്ച് മണ്ണൂടെ എടുത്ത് ഇട്ടിട്ട് വേണം ചവിട്ടി ഉറപ്പിക്കാൻ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ മുളകിൻ്റെ ചുവട് ഇതാണ് ഈ മുളകിൻ്റെ ചുവട്. അപ്പോൾ ഇത് വള്ളി വളർന്ന് ഇങ്ങനെ ആയതാണ്. അപ്പോൾ നമ്മൾ ഈ വള്ളി പതുക്കെ പൊട്ടിപ്പോകാത്ത രീതിയിൽ നമ്മൾ വള്ളി ഇങ്ങനെ എടുക്കുക. എടുത്തിട്ട് ഈ ഇതിലങ്ങ് ചുറ്റുക. അതിനുശേഷം വാഴവള്ളി ഉപയോഗിച്ച് വേണം നമ്മളിത് കെട്ടാൻ. ഒരിക്കലും പ്ലാസ്റ്റിക് ഷഡുകൾ, മുളക് പൊടികൾ കെട്ടാൻ ഉപയോഗിക്കരുത്. കാരണം ഈ വള്ളി കനം വയ്ക്കുന്നുടനെ മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. വാഴവള്ളി ആവുന്നേ ഒരു കുറച്ച് കഴിയുന്നേ വാഴവള്ളി തന്നെത്താൻ അങ്ങ് പൊഴിഞ്ഞുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഈ ഇവിടെ ഉണ്ടാകുന്ന വേരുകൾക്ക് ഇതെ പിടിക്കാനുള്ള ഒരു ശേഷി കാണത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് കെട്ടിക്കൊടുക്കണം. മിക്കവാറും ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ കൂടുന്നേ നമ്മൾ വന്ന് ഇത് കെട്ടിക്കൊടുക്കണം. നല്ല ഒരു വളമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ മഴയത്ത് തന്നെ ഇത് ശരിക്ക് തളിർത്ത് പൊട്ടി ഇത് കിളിച്ച് കയറുന്നുണ്ടേ ഇതിന് മുകളിലോട്ട് വരുന്ന ശിഖരങ്ങൾ നമ്മളിവിടെ എടുത്തു കാണാം. അപ്പോൾ പാർശ്വശാഖകൾ ധാരാളമായിട്ട് കിളിക്കുകയും ഇത് നിറച്ച് മുളക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതിന് നമ്മൾ വളമിടുന്നതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മണ്ണിട്ട് കൊടുക്കണം. നിറച്ച് കിളിച്ച് വരുമല്ലോ ചുവട്ടിൽ നിന്ന്. ഇപ്പോൾ വളമിടുമ്പോൾ നിറച്ച് കിളിച്ച് വരും. മണ്ണിട്ടു.
നമ്മൾ തടം ശരിയാക്കി ഈ പൈപ്പും ശരിയാക്കി ഇനി നമ്മളിതിന് വളമിടുകയാണ്. നമ്മൾ എല്ലുപൊടി എല്ലാ വിളവിനും നമ്മൾ രാസവളങ്ങൾ യോജിക്കുന്നില്ല. നമ്മൾ ജൈവവളങ്ങളാണ് നമ്മുടെ ബ്ലോഗിലെ കൃഷികൾക്കെല്ലാം ഇടുന്നത്. എല്ലുപൊടി നമ്മളെല്ലാം ചേർക്കും. അതുപോലെ തന്നെ ജൈവവളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കടലപ്പിണ്ണാക്ക്. ഇലകൾക്ക്, വേരുകൾക്ക് എല്ലാം വളരെ ഉചിതമാണ് കടലപ്പിണ്ണാക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് ഒരു വളം മാത്രമല്ല, ഒരു കീടനാശിനിയും കൂടാണ്. മണ്ണിൽ വളം പിടിക്കുക ഒക്കെ ചെയ്യുന്ന ഒരു കീടനാശിനിയാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. സൂഡോമോണസ് എന്ന് പറയുന്ന നമുക്ക് പരിചയമുണ്ട്. നമ്മുടെ കൃഷിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പൊടിയാണ് സൂഡോമോണസ്. അപ്പം കലക്കി ഒഴിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സ്പൂൺ പൊടി വിതറി കൊടുത്താൽ മതി. ഒരു സ്പൂൺ പൊടി നമ്മൾ വിതറി കൊടുത്താൽ മതി. എന്നിട്ട് ഇത് വിതറി കൊടുത്താൽ മതി. കലക്കി ഒഴിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒന്ന് വിതറി കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മുകളിൽ നമ്മൾ തോലിടുവാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ തോലിട്ടതിന് ശേഷം ഒരല്പം മണ്ണൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ പണി തീർന്നില്ല, ഇനിയുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ കുറേ കല്ലുകൾ ബാലൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കല്ലുകളിൽ ചെറിയ കുറച്ച് കല്ലുകൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. ഇത്ര മതി. കാരണം ചുവടിന് നല്ല ബലം കിട്ടാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഈ മഴക്കാലത്ത് ഈ മുളക് നല്ല രീതിയിലായി മാറും. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ ഇത്തരത്തിൽ കിടക്കുന്ന മുളകുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാമെങ്കിൽ നമുക്ക് നിറച്ച് മുളക് പറിക്കാൻ സാധിക്കും. ഏത് മുളകായാലും മതി, ഏത് ഇനത്തിൽപ്പെട്ട മുളകായാലും മതി. നമുക്ക് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാനും ഒന്നുമുള്ള സാങ്കേതികമായ കാര്യങ്ങളില്ലെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ചെയ്യാം. PVC പൈപ്പ് മേടിക്കുന്നെങ്കിൽ പുത്തൻ മേടിക്കേണ്ട കാര്യമില്ല. ആക്രി കടകളിൽ വളരെ തുച്ഛമായ വില കിട്ടും. അതുപോലെ തന്നെ വീടുകൾ പൊളിക്കുന്ന ആ സ്ഥലമൊക്കെ ചെന്ന വെറുതെ വേണമെങ്കിലും കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാമെങ്കിൽ കുരുമുളക് നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാം. രണ്ട് തരത്തിലുള്ള ഗുണങ്ങളുണ്ട്. നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ കുരുമുളക് വെച്ച് പിടിപ്പിക്കുന്നത് ഒരു ഔഷധ പ്രധാനമായ ഒരു കാര്യമാണ്. ഒപ്പം നമ്മുടെ പരിസരം ശുദ്ധിമാകും. അതുപോലെ തന്നെ കുരുമുളക് നമ്മുടെ ആഹാരങ്ങളിൽ നിത്യമായ ശീലിക്കേണ്ടതാണ്. എല്ലാവിധ ഉദരരോഗങ്ങളും ഇല്ലാതാക്കാൻ കുരുമുളകിന് സഹായിക്കാൻ കഴിയും. അതുപോലെ തന്നെ വിദേശികൾ നമ്മളെ തേടിയെത്ത് തന്നെ കുരുമുളക് അഥവാ കറുത്ത പൊന്ന് തേടിയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇലഞ്ഞൂർ ബ്ലോഗിലെ പ്രേക്ഷകർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ശേഖരിക്കാനും അത് കൂട്ടുകാരിലേക്ക് എത്തിക്കാനും താല്പര്യം കാണുമെന്ന് വിശ്വസിക്കുന്നു. ദയവായി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനോടൊപ്പം ഉള്ള ഒരു ബെല്ലൈക്കൺ അമർത്താമെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.